hope you are doing great. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ആൻഡ് ടു ഗിവ് മൈ വ്യൂസ് ബേസിക്കലി. സോ ഓഗസ്റ്റ് 1 to 7 is known as a World Breastfeeding Week. So that is when it is being observed. So എല്ലാ വർഷവും ഓരോ തീംസാണ്. സോ അപ്പോൾ 2026 തീം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് വർക്ക്സ്. ദാറ്റ് മീൻസ് ബേസിക്കലി നമ്മൾ മദേഴ്സിന്, പോസ്റ്റ്നേറ്റൽ മദേഴ്സിന് സ്ട്രെങ്ത് കൊടുക്കുക, അവർക്കതിനുള്ളൊരു ബിലീഫ് കൊടുക്കുക. ഇൻ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ബൈ പ്രോപ്പർ കൗൺസിലിംഗ്, അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഫാമിലിയുടെ സപ്പോർട്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്, ആൻഡ് ഓൾസോ ഗോയിങ് അഗെയിൻസ്റ്റ് ആൻഡ് ടെല്ലിംഗ് cons about or highlighting about the cons of using an infant formula for feeding your babies. സോ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിളിക്കുന്നത് ഒരു ഫസ്റ്റ് വാക്സിനേഷൻ ഫോർ എ ന്യൂ ബോൺ എന്നാണ്. എന്ന് വെച്ചാൽ വേറെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന മുന്നേ വാക്സിൻസ് കൊടുക്കും. പക്ഷെ അതിനേക്കാട്ടിലും മുന്നേ കുഞ്ഞ് ജനിച്ച ഉടനെ 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന ഒരു വാക്സിനാണ് അമ്മയുടെ മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക്. അപ്പം ഫസ്റ്റ് ഇനീഷ്യലി വരുന്ന ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 2 ml അല്ലെങ്കിൽ 5 ml ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കുഞ്ഞിന് വയറിന് ധാരാളം ആണ്, ലൈക്ക് അത് വയറ് നിറയാൻ അത് മച്ച് ഇനഫ്. അപ്പോൾ പല അമ്മമാരും കൺസേൺസ് ഇത് നിറയുന്നുണ്ടോ, ഇത് മതിയോ, ഇനി വേറെ എന്തെങ്കിലും കൊടുക്കണോ, ഒന്നും വേണ്ട. ഓക്കെ, അതൊരു ഗോൾഡൻ ലിക്വിഡാണ്. സോ ദാറ്റ് ഷുഡ് ബി ഗിവൺ. അതും ഇനീഷ്യലി വരുന്ന ഒരു ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഗോൾഡൻ യെല്ലോ ആണ്. ബിക്കോസ് അതിൽ മാക്സിമം ന്യൂട്രിയൻസും എല്ലാം, പ്രതിരോധ ശക്തിക്ക് വേണ്ട എല്ലാം ഗുണങ്ങളും ആ പാലിലുണ്ട്. അപ്പോൾ അതാണ് കുഞ്ഞിൻ്റെ വായിൽ ആദ്യമേ ചെല്ലേണ്ടത്. അല്ലാതെ ഓരോ മരുന്നോ അല്ലാതെ വേറെ മെഡിസിൻസോ വെള്ളമോ ഒന്നുമല്ല. അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കാണ് കുഞ്ഞിന് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു മെഡിസിൻ എന്ന് പറയണത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസവും ഒക്കെ കുഞ്ഞിൻ്റെ വയറിൻ്റെ അളവെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഹാർഡ്ലി ഒരു 15 ml മിൽക്ക് മതി. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു 30 ml മിൽക്ക് മതി. അപ്പോൾ അത് ധാരാളമാണ്. അപ്പോൾ പല അമ്മമാർക്കും ഡൗട്ട്, ഇതൊക്കെ തികയുന്നുണ്ടോ, ഇത് മതിയോ. കുഞ്ഞ് നല്ലതായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ദിവസം 2-3 തവണ പോകത്തുള്ളൂ. പക്ഷെ അതിനുശേഷം 6-7 തവണ യൂറിൻ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് വെക്കുന്നു പിന്നീട് എന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2.5-3 മണിക്കൂറോളം ഉറങ്ങുന്നു ഫീഡ് കഴിഞ്ഞിട്ട്. അതൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആവശ്യത്തിന് കുഞ്ഞിന് കിട്ടുന്നുണ്ടതിൻ്റെ സയൻസാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ മദേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ തന്നെ നോക്കുക, ബ്രസ്റ്റ് ഫീഡിങ് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ പല പൊസിഷൻസ് ഉണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് പല പൊസിഷൻസ് ഉണ്ട്, 4-5 പൊസിഷൻസ് ഉണ്ട്. അപ്പം മദേഴ്സിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അല്ലാതെ വേറെ ഒരു അൺകംഫർട്ടബിൾ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് അല്ലാത്തൊരു പൊസിഷനിലോട്ട് ട്രൈ ചെയ്യാൻ പോകല്. ബിക്കോസ് ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മദർ ഫീഡിങ്ങിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിൽ കംഫർട്ടബിൾ ആയാലേ ബ്രസ്റ്റ് ഫീഡിങ് സക്സസ്ഫുള്ളായിട്ട് നടക്കും. അല്ല അമ്മ ഒരു ഓക്വേർഡ് പൊസിഷനിലിരുന്നാൽ ഫീഡ് എടുക്കത്തില്ല, കുഞ്ഞു കുടിക്കത്തില്ല, അമ്മയ്ക്ക് പാല് വരില്ല, ഫുൾ സ്ട്രെസ്ഫുള്ളായിരിക്കും. പിന്നെ വേറെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പ്രോപ്പർ ലാച്ച് എന്താണ് എന്ന് വെച്ചാൽ അമ്മയുടെ നിപ്പിളും ചുറ്റുമുള്ള ഏരിയയോളെയും കുഞ്ഞിൻ്റെ വായിനുള്ളിൽ തന്നെ കയറണം. എന്നാലേ മേളിൽ നിന്നുള്ള പാല് ഇറങ്ങി കുഞ്ഞിൻ്റെ വായിലോട്ട് കയറത്തുള്ളൂ. നിപ്പിള് മാത്രം സക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിപ്പിള് പൊട്ടും, അപ്പോൾ അതൊരു പെയിൻ ആവും. അപ്പം കുഞ്ഞ് എല്ലാ പ്രാവശ്യം സക്ക് ചെയ്യുമ്പോൾ പെയിൻ വരും. പെയിൻ വരുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് ഫീഡ് കൊടുക്കാൻ പ്രയാസമാവും, കുഞ്ഞിൻ്റെ പാല് കിട്ടുന്ന കുറവായിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പം ഈ നിപ്പിൾ ക്രാക്ക് മെയിൻലി ആ സക്ക് ചെയ്യുന്നത് മാത്രം ഉള്ളതുകൊണ്ടാണ്. അപ്പം നിപ്പിൾ മാത്രം സക്ക് ചെയ്യുമ്പോൾ മേളിൽ നിന്നുള്ള പാല് താഴോട്ട് വരില്ല, അത് മേളിൽ കെട്ടിക്കിടന്ന് അത് ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല കണ്ടീഷൻസിലോട്ടും പെയിൻഫുൾ സിറ്റുവേഷൻസിലോട്ടൊക്കെ മദേഴ്സ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം നിപ്പിൾ വിത്ത് ഏരിയോള കുഞ്ഞിൻ്റെ വായിലോട്ട് മാക്സിമം കയറ്റാൻ നോക്കുക. എന്നിട്ട് പ്രോപ്പർ പൊസിഷൻ അമ്മയുടെ അടുത്ത് ചേർത്ത് വെക്കുക. അമ്മ കംഫർട്ടബിളായിട്ട് ബാക്കിൽ ചേർന്ന് ഒരു കസേരയിൽ കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് വേണം ഫീഡ് ചെയ്യാൻ. ഇതാണ് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻസും, അമ്മ എങ്ങനെ ഇരിക്കണം എന്നുള്ളതും, കുഞ്ഞെങ്ങനെ ബ്രസ്റ്റ് സക്ക് ചെയ്യണം എന്നുള്ളതും. അപ്പോൾ പല അമ്മമാർക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ബ്രസ്റ്റ് കല്ലുപോലാവുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിപ്പിൾ ക്രാക്ക് ആവുന്നു. അപ്പോൾ ബ്രസ്റ്റ് നല്ല കല്ലുപോലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതായിട്ടൊരു ചെറിയ ചൂട് വെച്ചിട്ട് ഒരു 4 വിരൽ വെച്ചിട്ട് ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്താൽ
ആ ഒരു കട്ടി കുറഞ്ഞു വരും. പിന്നെ നിപ്പിൾ ക്രാക്ക് വരുമ്പോഴത്തേക്കും ബ്രസ്റ്റ് മിൽക്ക് തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന അതൊരു മെഡിസിനൽ എഫക്റ്റാണ്. അതിൽ മാറിയില്ലെങ്കിൽ മാത്രം നമുക്ക് മരുന്നുകൾ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സിൻ്റെ ആവശ്യം വേണ്ടി വരുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ചെറിയ ഇഷ്യൂസ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അമ്മയ്ക്ക് എന്തൊക്കെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഫസ്റ്റ്ലി മിൽക്ക് വരാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. യൂട്രസ് ഒരു പ്രീ പ്രഗ്നൻസി സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ബ്ലീഡിങ് പോസ്റ്റ് പ്രഗ്നൻസി നല്ലതായിട്ട് കുറയ്ക്കും. അമ്മയും കുഞ്ഞിൻ്റെ ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ല രീതിയിൽ വരും. പിന്നെ വേറെ ക്യാൻസേഴ്സ് എന്ന് വെച്ചാൽ സർവൈക്കൽ ക്യാൻസേഴ്സ്, അങ്ങനെ പല ക്യാൻസേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കുള്ള ഗുണമെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് നല്ലതായിട്ട് അറിയും. പിന്നെ എന്താ പറയുക, വെയിറ്റ് വെക്കാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാണ്. ഭാവിയിൽ അലർജി, ആസ്മ, ഡയറിയ, ഇൻഫെക്ഷൻസ് എന്നുള്ള പല രോഗങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ഭാവിക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ഗുണങ്ങളുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ. അപ്പം അതൊരു പ്യുവറാണ്, സ്റ്റെറൈലാണ്, ഡയറക്റ്റ് കുഞ്ഞിലോട്ട് കയറുന്നതാണ്. അപ്പോൾ വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണങ്ങളൊന്നുമില്ല. അൺലൈക്ക് ബോട്ടിൽസ് വേർ യു ആർ ടേക്കിംഗ് പൗഡർ ആൻഡ് മിക്സിങ് ആൻഡ് ദെൻ ഫീഡിങ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പല ഹാൻഡ്ലിങ്സ് വരുമ്പോൾ ഇറ്റ് ഹാസ് ഹൈ ചാൻസ് ഫോർ ഗെറ്റിംഗ് ഇൻഫെക്ഷൻസ്. സോ ദീസ് ആർ സം പോസിറ്റീവ് സൈൻസ് ഓർ കുറച്ച് ഗുണങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച്. അപ്പം മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്ത് നോക്കുക, മദേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കൺസേൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ please put in your comment box, and I'll be very happy to help all of you, and also let's all together promote breastfeeding for a better future. So happy World Breastfeeding Day, and take care guys, see you soon.